ഹലോ ഗായ്സ്, ജി ടി ഫൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് നമ്മൾ അടുത്ത ട്രെവറിൻ്റെ മിഷനായിട്ടാണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമുക്ക് ട്രെവറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗ്ലാസ് എന്താണ് ഗൈസ്? ഓ പൊട്ടിയാണല്ലേ. ഇതൊരു കാര്യം ചെയ്യാം, തെങ്ങുമോണ്ടിട്ട് ഇടിക്കുക. സെറ്റ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് വേണോട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് പവറാക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ടീ എന്ന് പറഞ്ഞ മിഷൻ ട്രെവറിൻ്റെ വീട്ടിലേക്കാണ് ഗൈസ്. ട്രെവറിൻ്റെ തന്നെ മിഷനാണ് അത്. ട്രെവറിൻ്റെ വീട്ടിലാണ് മിഷൻ്റെ സ്ഥലം നടക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ട്രെവറിൻ്റെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വഴി രാത്രിയായതുകൊണ്ട് ഓടിക്കാൻ പാടാ. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട് എവിടെയാ? ഇവിടെയല്ലേ? ഓക്കെ, രാത്രിയിലാണ് ടൈസ് വന്നേക്കണം. എനിക്ക് തോന്നുന്നു ഈ മിഷൻ രാത്രിയിലാണ് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ കാലാവസ്ഥ ഒക്കെ മാറിയിട്ട് ടൈമൊക്കെ മാറി രാവിലെ ആവാറുള്ളതാണ്. ഇപ്പോൾ രാത്രിയിൽ തന്നെ മിഷൻ തോന്നുന്നു ആക്കണു. ഹലോ, ആരുണ്ടകത്ത്? പറയാതാ ഇതാരാണ് ഇങ്ങനെ വഴി? ഇതൊക്കെ ആരിങ്ങനെ വലിച്ചെറിഞ്ഞേക്കണ ഗൈസ്? എൻ്റെ ടോയ് അവിടെ ഗൈസ്. എൻ്റെ ഒരു ടോയ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ കിടക്കണം ആ ടോയ് ഗൈസ്. എൻ്റെ ടോയ് ആരാണ് ഗൈസ് പൊട്ടിച്ചത്? എൻ്റെ മോയ്സ് താഴെ കുറുമ്പൊക്കെ പോണു ഗൈസ്. എന്തപ്പോൾ ഇവിടെ നിന്നുണ്ടായേ ഗൈസ്? ആരും നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ആരാന്ന്? അയ്യോ ടമ്മോ, നിക്കറവിടെ. എനിക്കറിയാം ആരാ കയറി. സത്യം പറഞ്ഞോ, ബൈക്ക് റൈഡേഴ്സാ. അവരെ കൊണ്ട് നീ കാരണം ഒറ്റ പ്രശ്നം ഉണ്ടായേ. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമല്ലോ. നിനക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞതല്ലേടാ. അവരാരുമില്ലാത്ത സമയത്ത് വരും. എൻ്റെ മുഖം വെച്ചാൽ മേക്കപ്പ് ഇട്ട് വന്നേക്കേ. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ബൈക്ക് റൈഡേഴ്സ് ആക്രമിച്ചേക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈക്ക് റൈഡേഴ്സിനെ ആക്രമിക്കണ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ആദ്യം അവർ നമ്മളെ ആക്രമിച്ചു, പിന്നെ അവരെ ആക്രമിച്ചു. ഇപ്പോൾ അവർ വീണ്ടും നമ്മളെ ആക്രമിച്ചേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവരെ വെറുതെ വിടാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ ഗണ്ണിൻ്റെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് തോക്കെടുത്തിട്ട് നമുക്ക് പരിപാടി ഉണ്ട് ഗൈസ്. നമ്മുടെ ഗണ്ണിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഓക്കെ ഇതാ ഈ കടയിലാണ് കേട്ടോ. ഗൈസ്, അവർക്ക് നമ്മൾ വാണിംഗ് കൊടുത്തിട്ട് പ്രോബ്ലം സോൾവ് ആയതാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാട്ടോ. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ പ്രോബ്ലം സോൾവായി കോംപ്രമൈസ് ഉണ്ടായിരുന്നു. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യം ഗൈസ്. ഈ സ്നൈപ്പർ ഫെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കോപ്പ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്കോപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്കോപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സെറ്റായിട്ടുണ്ട്. സ്നൈപ്പർ ഫയൽ ഡാമേജ് നല്ലോണം കേട്ടോ. ഫുള്ള് ഏറ്റവും അഡ്വാൻസ് സ്കോപ്പാണ്. അഡ്വാൻസ് സ്കോപ്പ് എടുക്കണം. അതാ അഡ്വാൻസ് സ്കോപ്പ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് നമുക്കന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓക്കെ ഉണ്ടോ? ഗെറ്റ് ഓൺ ടു ദി ATV. ഓക്കെ സാർ, വണ്ടിയുടെ പേരാട്ടോ ATV. ഇന്ന് നമ്മൾ ബൈക്കർമാരെ അടിച്ച് പൊട്ടിച്ചിടാൻ പോകട്ടെ. അവർക്കുള്ള പണി നമുക്ക് കൊടുക്കാട്ടെ. ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഫുൾ ഏരിയയിൽ എല്ലാ വീട്ടുകാർക്കും ഇത് ശല്യം ഉണ്ട് കേട്ടോ, ബൈക്ക് റൈഡർമാരുടെ നിന്ന്. ഇവിടുത്തെ ഒരു ലീഡർ എന്നൊക്കെയുള്ള നിലയ്ക്ക് നമ്മളാണ് ഇവിടുത്തെ ഒരു ലീഡർ. അപ്പോൾ നമ്മളാണ് അവരെ തിരിച്ചാക്രമിക്കുക. ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മളാണ് കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും അവർ കാണിച്ചേക്കണ പോയിന്റിലേക്കോട്ടെ. ഏതോ ടവർ എന്നാണ് പറഞ്ഞത്. അവരെ താവളത്തേക്കാണ് കേട്ടോ പോണത്. താവളം അതല്ല ശരിക്ക്, അവർ കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലമാണ് കേട്ടത്. നമുക്ക് നമ്മൾ സ്നൈപ്പർ ഉണ്ട് കേട്ടോ. നമ്മൾ ഒളിച്ചിരുന്ന് അറ്റാക്ക് ചെയ്യാൻ പോകും. നമ്മളില്ലാത്ത നേരത്താണ് കേട്ടോ അവർ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ നമ്മളും ഒളിച്ചിരുന്നിട്ട് കൊടുക്കാൻ പോകും അവർക്കുള്ള പണി. ഇവിടെ വഴി ഉണ്ടായിരുന്നു. വഴി മനസ്സിലായിട്ടമ്മോ ക്യാക്ടസും പിടിച്ചൊന്നും പറ്റിയില്ല. ഓക്കെ, ഈ ടവറിൻ്റെ മേലിൽ കയറാനാണ് കേട്ടോ പറഞ്ഞത്. ക്ലൈം ടു ദി ടോപ്പ് ഓഫ് ദി ടവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടവറിൻ്റെ അവിടെ ചെന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാരെന്താണ്ട്
വണ്ടി എടുത്ത് അങ്ങോട്ട് പോകണമാണെന്ന് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അവനെ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അവന് ഒന്നും പറ്റാണ്ടിരിക്കാൻ കേട്ടോ നമുക്ക് ഈ സ്നൈപ്പർ തന്നേക്കണം. അവനവിടെ ചെന്നപ്പോൾ എന്തുട്ടാ കാട്ടുന്നു. അതെ ഞാൻ അവിടെ ഉണ്ട്. അവൻ വെടിവെക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെ ഇവിടുത്തെ പരിപാടി ചെയ്തോളൂ കേട്ടോ ഗൈസ്. ഓക്കെ, അവൻ എന്തായാലും മെല്ലെ വരുന്നുണ്ട് കേട്ടോ. അവന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവില്ല കേട്ടോ ഗൈസ് ആ പുല്ലിൻ്റെ ഇടയിൽ. സമ്മതിക്കണം കേട്ടോ. റോൺ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. കഴിഞ്ഞ വീട് എനിക്ക് മനസ്സിലായില്ല. വെടിവെക്കാനാ അവിടെ അതാക്കണു ഗൈസ്. അവൻ്റെ തലക്കിട്ട് പൊട്ടിക്കാം. ഫോട്ടോ ഗൈസ്. ഒരുത്തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കയറി വാ ഇങ്ങനെ പേടിക്കല്ലേ, ഞാനുണ്ട് ഇവിടെ. ലൈറ്റ് പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി വരുന്നു ലൈറ്റ് പൊട്ടിക്കാൻ. അയ്യോ കൊണ്ടില്ലേ. ഒന്ന് കഴിഞ്ഞു കേട്ടോ. 2 അയ്യോ 3 കഴിഞ്ഞ ഇനിയുണ്ടോ? ഇതന്നെ. യെസ്, തീർന്നു ഗൈസ്. ഇത്ര ഉള്ളൂ കേട്ടോ. വാടാ ഗൈസ്. ഒരുത്തൻ ഇറങ്ങുമ്പോൾ നമ്മൾ വെടിവെക്കാൻ പറഞ്ഞിട്ടോ. ഇറങ്ങുമ്പോൾ മാത്രം വെടിവെക്കാൻ പറഞ്ഞേക്കണേ. സ്കോപ്പ് സെറ്റാകട്ടെ കേട്ടോ. അവൻ ഇറങ്ങുമ്പോൾ വെടിവെക്കാൻ പറഞ്ഞേക്കണം കേട്ടോ. ഇറങ്ങിയ നീ കാല് കുത്തിയ നീ വീഴും അവിടെ മരിച്ചിട്ട്. കാല് കുത്തച്ചു കൊണ്ടില്ല. തീർന്നു ഗൈസ്. ആരും പറഞ്ഞിട്ടില്ല. ഞാൻ തീർന്നു കേട്ടോ ഗൈസ് വിചാരിച്ചേ. മേലിലൊരുത്താക്കുന്നുണ്ട് കേട്ടോ. അവനും തീർന്നു. വലിയ കാര്യം ഉണ്ടായിരുന്നു. അവൻ അവിടെ തന്നെ ഇരുന്നാൽ പോലെ. ഒരുത്ത് വീണ്ടും വരും കേട്ടോ. ടോർച്ചടിച്ച് എന്താ ടോർച്ചടിച്ച് വരുന്നത്? നല്ല മീൻസ് അവനെ തീർത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനിയുണ്ട്. അവനെ കണ്ടു കേട്ടോ. അവനും കിടന്നു. ഒരുമിച്ച് കിടക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് എല്ലാവനും ഗൈസ്. കയറി വാ കമോൺ. ആരുമില്ല കമോൺ. ഒന്ന് കുഴപ്പമില്ല. എവിടെ അവൻ? ആക്കണു. ഓടിയ അവൻ. ശബ്ദം ഉണ്ടാക്കണ്ടോ? ഓക്കെ, മെല്ലെ ടൈസ് വരണേ. വരണോക്കെ ഗൈസ്. പശു നടന്നു വരുന്ന പോലെ ഉണ്ട്. വെയിറ്റ് അവിടെ ഗാർഡ് നിൽക്ക്. തോരമുണ്ടടിച്ചു. ആ സിലിണ്ടർ മോണ്ട പൊട്ടി തീർച്ചാൽ നമ്മൾ തീർന്നു ഗൈസ്. ഇവരെന്താ ഗൈസ് തീർന്നില്ലേ? അടുത്തവനും തീർത്തുണ്ട്. അവനോട് ഒളിച്ചേക്ക് നോക്ക്. അത് കൊള്ളാട്ടോ. കമോൺ. ആരുമില്ല ഇനി. ചെന്നോ. സെറ്റ്. ആരുമില്ല നീ ചെന്ന. അയ്യോ ഗൈസ്, ഒരു വണ്ടി കണ്ടോ ഗൈസ് നിങ്ങൾ? അവരെവിടെ ഗൈസ്? ഇവിടെ ഇതാ വരുന്നു. അയ്യോ കൊണ്ടില്ല. കഴിഞ്ഞു ഗൈസ്. ഏതോ വണ്ടി വരുന്നുട്ടോ. നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റൂ കേട്ടോ. എൻ്റെ അമ്മ നീ പെട്ടെന്ന് നിൻ്റെ ജീവിതം പോയി. ഞാൻ ഓടാൻ പോട്ടെ. അങ്ങനെ പറ്റിയത് നമ്മുടെ കൂട്ടുകാരത്ത് നമ്മൾ ഇങ്ങോട്ട് പോയില്ല കേട്ടോ ഗൈസ്. ഗൈസ്, ഇവിടുന്ന് എങ്ങാണ്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ പറഞ്ഞവൻ. ഹെലികോപ്റ്ററാ? വണ്ടിയില്ല വരണേ. ടേക്ക് ഓഫ് ദി പൈലോ ഹെലികോപ്റ്റർ തന്നെ. ഹെലികോപ്റ്ററൊക്കെ അവിടെ ഗൈസ്. ഹെലികോപ്റ്ററിന് പോയിട്ടൊരു കുന്തോ കാണാനില്ലല്ലോ അവിടെ. എവിടെ ഹെലികോപ്റ്ററിനെ കാണാനില്ല കേട്ടോ ഗൈസ്. അതാക്കണ ഹെലികോപ്റ്റർ പെട്ടെന്ന് നോക്കി എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ഇതാണ് ഗൈസ് പൈലറ്റ്. അവൻ എന്തായാലും വീഴ്ത്തിയിട്ടുണ്ട്. പമ്പായ കണക്കിന് കറങ്ങിക്കോ. അവിടുത്തെ വരെ വീണിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ഇറങ്ങി വണ്ടിയിൽ അവനെ രക്ഷിക്കാൻ പോകട്ടെ ഗൈസ്. അവിടെ അമുട്ട് പൊട്ടി ഗൈസ്. നമുക്ക് രക്ഷിക്കാൻ പോവാം. ഹെൽപ്പ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് രക്ഷിക്കാം. അവിടെ തീ പിടിച്ചിട്ടുണ്ട്.
എൻ്റെ അമ്മ വയസ്സ് നിറച്ച് വെടിയപ്പം ടൈസ് പരട്ട കല്ല്. ഓ വയസ്സ് നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്ക് പൊട്ടിക്ക് വയസ്സ്. മാപ്പിലൊക്കെ മനസ്സിലാവും ചുറ്റും എനിമീസാ. ചാടാ ചാടാ വയസ്സ്, ചുറ്റും എനിമീസാണ് വയസ്സ്. നമുക്ക് കറങ്ങി പോകേണ്ടി വരുന്ന തോന്നുന്നു. ഈ വഴി പോകാൻ പറ്റുമോ നോക്കട്ടെ ഏട്ടാ. ഓ കയറ് പരട്ട വണ്ടി. ഓ എൻ്റെ അമ്മ ഇപ്പം എന്താണ് വേസ്റ്റ് ചെയ്യുക? നമുക്ക് ഈ വഴി പോവാട്ടെ വയസ്സ്. ഇതാണ് സേഫ് എന്ന് തോന്നുന്നു. ഓ ഇടിച്ച് ചെല്ല് വയസ്സ്. ആ വാനിൽ നമ്മുടെ കൂട്ടുകാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ടൈസ് വന്നേക്കണത്. നമ്മൾ വെറുതെ വിടില്ല. എൻ്റെ അമ്മ വയസ്സ് പൂര വെടിയാണ് ടൈസ്. എൻ്റെ അമ്മ മാപ്പൊക്കെ വയസ്സ്. നിങ്ങൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ അമ്മ നിറച്ച ആൾക്കാരുടെ കൈസ്. പൊട്ടിക്ക് നമ്മളിപ്പോൾ ചാവട്ടെ. ഇനി എന്നാൽ നമ്മൾ വെടിയാവും. നമുക്ക് ഹൈഡ് എടുക്കാം അവിടെ എവിടെയെങ്കിലും. അവിടെ ഹൈഡ് എടുക്കാം കേട്ടോ കൈസ്. അവിടെ നിന്ന് ഇറങ്ങ്. ചാടാ വാടാ. അയ്യോ ഹൈഡ് എടുക്ക്. അയ്യോ കൈസ് ഞാൻ ശ്രദ്ധിച്ചില്ല. സൈഡിൽ നിന്ന് ഒരുത്തൻ വന്നു. ഓ പൊട്ടിക്ക് ഒരുത്തനും കൂടി ഉണ്ടാവില്ല. അവിടെ അവിടെ ഉണ്ട് കേട്ടോ ഒരുത്തൻ. അവൻ നമുക്ക് ഇടിച്ചിടാൻ പറ്റും നോക്കട്ടെ. ഇടിച്ചിടാൻ ആവശ്യമാകുന്നതിൻ്റെ ഓ തീർന്നു ഒരുത്തൻ. ഇവിടെ ഒരുത്തുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അവനെ ഇടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. എനിക്കിനി വണ്ടി ഓടിച്ച് ഇതില്ലാത്തതുകൊണ്ട് ഇതാക്കണു പിന്നെന്ന് കൊല്ലൂടാ ഞാൻ. ഷേ തീരടാ അല്ല തന്നെ നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ടോ വയസ്സോടെ. ഓ സീനായിട്ടോ വയസ്സ്. ഓ ഇങ്ങനെ വന്നുകൊണ്ട് കണ്ട നമുക്ക് ഇത് കൺട്രോൾ കിട്ടുന്നില്ല. നമുക്കൊരു സ്ഥലത്ത് പാറേൻ്റെ സൈഡിലിരിക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ല ഐഡിയ. ഇതാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അവന്മാരെ അറ്റത്തുനിന്ന് വരണല്ലോ കേട്ടോ. നമുക്കെന്താ വേഗം ഇരിക്കാം. ഓ വെടിയുണ്ട്. അവന്മാർ വരുന്നുണ്ട് വയസ്സ്. ചാടാ വയസ്സ്. ഒരുത്തിനും കൂടി കിട്ടുക. പൊട്ടിക്ക് ഗെറ്റ് ടു ദി പ്ലെയിനാ. എൻ്റെ അമ്മ പ്ലെയിൻ ഓടിക്കാൻ പോകട്ടെ വയസ്സ് നമ്മൾ. എനിക്ക് ഹെലികോപ്റ്റർ ഓടിച്ച് മാത്രമേ ശരിയുള്ളൂ വയസ്സ്. എനിക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിഞ്ഞൂടാ. അയ്യോ കയറ് ഓടിക്കയറാൻ പോകട്ടെ വയസ്സ് നമ്മൾ. പ്ലെയിനിൽ കയറാനാ പറയാം. ഫാനിൽ കൊടുങ്ങണ്ട. ഓ നമ്മൾ ചാടി. എൻ്റെ അമ്മ കൈസ് നമ്മൾ കിടന്നിട്ടൊക്കെയാണ് ടൈസ് വെടി വയ്ക്കാൻ പോണേ. ഒമ്പോ കൈസ് ഇതോ കൈസ്. നമ്മൾ കിടന്നിട്ട് വെടി വെച്ച് പവറാക്കാൻ ടൈസ്. നമ്മുടെ കൂട്ടുകാരൻ റോണാണ് കേട്ടോ വണ്ടി ഓടിക്കണേ. റോണെ ശരിക്കും ഓടിക്ക്. തിരിക്ക്. അമ്മ നമ്മൾ ടാങ്കർ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഓ ഭാഗ്യം. ടാങ്കറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. റോൺ നീ എങ്ങടെ വണ്ടി എടുക്കണ? ടാങ്കർ ഉണ്ട് അവിടെ. ടാങ്കർ എൻ്റെ അമ്മ. ഓ ഗൈസ് ഞാൻ വെച്ച് പൊട്ടുന്നതാണ് ടൈസ് വെച്ചേ. ഭാഗ്യം കുഴപ്പമില്ല. വെടിക്ക് പൊട്ടിക്ക് കിടന്നിട്ടൊക്കെ വെടിക്കണം. ഞാനും കിടന്നിട്ട് തന്നെ അവിടെ വെടിക്കണേ. അല്ല അവനെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഓ നീ വണ്ടിയിലൊക്കെ വരുന്നേ. അല്ല അവനെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഓ ഗൈസ് ഇവിടെ വേറെ പ്ലെയിൻ ഇരിക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ നമുക്കുള്ള പ്ലെയിനാ. ഓ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് പ്ലെയിൻ ഓടിക്കാൻ പോട്ടെ. നമ്മൾ ഹെലികോപ്റ്റർ ഓടിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പ്ലെയിനാണ് ടൈസ് ഇത്. പ്രാർത്ഥിച്ചിട്ട് ഓടിക്കാം. ഓ നീ എന്നെ കോപ്പിടിക്കണം. നിനക്കുള്ള സാധനം തരാട്ടാ ഞാൻ. അവിടെ കിടന്ന് പിടിച്ചിരുന്നോട്ടാ മോൻ. പിടിച്ചിരുന്ന് നമ്മളിപ്പോൾ നേരെ പറക്കാൻ പോവാ. ആ സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട് എങ്ങനെ പറക്കുമെന്നാണ് ടൈസ് നമ്മൾ കാട്ടാൻ പോണത്. അപ്പോൾ നമ്മുടെ ലൈഫ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിന്നെപ്പം ഞാൻ വീഴ്ത്തിത്തരാടാ. നീ ആ സ്പൈഡർമാനാ. പക്ഷെ പിടിച്ച് പോണില്ലല്ലോ അവൻ. പോണില്ല കേട്ടോ അവൻ. ടയർ മാറ്റാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. നോക്കി നോക്കട്ടെ. പോവാൻ പറന്നുപോയി. ടയറും തൊട്ട് എങ്ങനെ ജീനൊക്കെ ടയർ മാറ്റാൻ പറ്റുന്നതാണ് ടൈസ് പറയണത്. ഓക്കെ ശരി സെറ്റ്. എൻ്റെ അമ്മ ഇതാണ് ടൈസ് ആദ്യത്തെ പ്ലെയിൻ. ഓടിക്കാൻ പാടൊന്നുമില്ല കേട്ടോ. ഈസി ആണ്ട് ഉള്ളുഭാവമൊക്കെ ഉണ്ട് ഗൈസ്. ഓടിക്കാൻ പ്രയാസമൊന്നുമില്ല. ഓ നമ്മളെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ്റെ സൈഡിലത്തെ. ഓ കണ്ടോട് കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ നമ്മുടെ കൂട്ടുകാരുടെ സൈഡിൽ പോകണ്ട കേട്ടോ. ആ വഴിയൊക്കെ കീപ്പിട്ട് പോകുന്നു.
നമ്മളാട്ടെ ഏറ്റവും ഹൈറ്റിൽ പറക്കണ്. എന്തോ റേസൊക്കെ വെച്ചിട്ടാണ് പറയണത്. വേഗം പോ മലമ പിടിക്കണം കേട്ടാ. നിങ്ങൾക്ക് മേലെ നോക്കിയാൽ പ്ലെയിൻ പോകണം കേട്ടാ. പ്ലെയിനൊക്കെ പോകണാണ്ട്. ഇവിടെ മലയൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് നമുക്ക് ഈസി ആയിട്ടാണ് കേട്ടോ. താഴെ നമ്മുടെ കൂട്ടുകാരൻ പോകണുണ്ട്. റിട്ടേൺ ടു ദി റോൺ അവിടെ അതാ പോണു ഗൈസ്. റോൺ ഇവിടെ പോകണ്ടിട്ടാ. ഫോളോ ദി പ്ലെയിൻ. അവൻ്റെ പ്ലെയിനെ ഫോളോ ചെയ്യാനാണ് പറയണത് കേട്ടാ. അവിടെ പുകയൊക്കെ പോണ അവിടുന്ന്. മിലിറ്ററി ബേസിൻ്റെ മേലെ കൂടെ ഓടിക്കാൻ പാടില്ലേ? വിഷയിലോട്ട് കൊല്ലുന്നു. ഫ്ലൈ ലോ ആസ് പോസിബിൾ ടു അവോയ്ഡ് ഡിറ്റക്ഷൻ ബൈ ദി മിലിറ്ററി ബേസ്. നമുക്ക് ലോ ആയിട്ട് പറക്കാനാട്ടെ പറയണേ. എന്തോ തുറന്നിടാൻ പറഞ്ഞല്ലോ. ഡ്രോപ്പ് ദി കാർഗോ നിയർ ദി ബോട്ട്സ്. ബോട്ടിൻ്റെ അകത്ത് കാർഗോ ഇട്ടുണ്ട് കേട്ടോ. തിരിക്കി ഗൈസ്. ഇതെങ്ങനെയാണ് ലാൻഡ് ചെയ്യുക ഗൈസ്? അതാലോചിച്ച് പേടിയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാൻഡ് ചെയ്യണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. റേസ് റോൺ ടു എയർ സ്ട്രിപ്പ് എന്ന് പറയണേ. റോണിനെ വെട്ടിച്ചിട്ട് വേഗം വരാൻ. മനുഷ്യവിടെ ജീവന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ റേസ് ചെയ്യാൻ പറയാണ്. ബെസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ഇത് നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ. നല്ല രസമുണ്ട് കേട്ടോ. ദൂരം ഉണ്ട് ഗൈസ്, മഞ്ഞൊക്കെ പ്ലെയിനൊക്കെ പോകണുണ്ട്. ഗൈസ് നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ലാൻഡ് ചെയ്യും ഗൈസ്. എനിക്ക് പൊന്തിക്കാനോ ഗൈസ് അറിയുള്ളൂ, ലാൻഡ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യാൻ നോക്കാട്ടെ ഗൈസ്. വരുന്നിടത്ത് വെച്ച് കാണാം ഗൈസ്. ഗൈസ് ഇതാ കാണാൻ കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കുറച്ചും കൂടി അടുത്തേക്ക് പോയാൽ ക്ലിയർ ആവും ഗൈസ്. ഈ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ്. ഈ വെള്ളം കഴിഞ്ഞിട്ടാണ്. ലാൻഡ് ചെയ്യണ കാര്യം എനിക്ക് പേടിയുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി ഉണ്ട് ഗൈസ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഗൈസ് പറത്താണ്. പെർഫെക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യില്ലെങ്കിൽ നമ്മൾ വെടിയാവും. ഗൈസ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. നമ്മുടെ ലാൻഡിങ്ങിൻ്റെ സ്ഥലം കാണാൻ പറ്റും കേട്ടോ. അതാണ് നമ്മുടെ ലാൻഡിങ്ങിൻ്റെ സ്ഥലം. നമുക്ക് മാപ്പിലൊക്കെ കാണാൻ പറ്റും. ഇതാ കാണാൻ കേട്ടോ ഗൈസ്. അയ്യോ, ടയർ ഓൺ ചെയ്യണല്ലേ. ടയർ അവിടെ എത്തുമ്പോൾ ഓണാക്കാം കേട്ടോ. ഓണാക്കപ്പോൾ ഓക്കെ ടൈസ്. R2 ടോഗിൾ ഫോക്കസ് ഓൺ ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഒന്ന് ഇറക്കാൻ പോട്ടെ. ഭഗവാനെ രക്ഷിക്കണേ, ഇറക്കാൻ പറ്റണേ. അയ്യോ ഇറക്ക താത്ത്. ഈ ചാടില്ല. എൻ്റെ മുഖസ് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പ്ലെയിൻ ഓടിച്ചു വിട്ട ഗൈസ്. എൻ്റെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പ്ലെയിൻ ഓടിച്ചു വിട്ടാ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ ഓടിക്കാനും പ്ലെയിൻ ഓടിക്കാനും അടക്കം പഠിച്ചു ഗൈസ്. നമ്മുടെ കൂട്ടുകാരൻ എടുത്തിരുന്നു. നമ്മളാണ് ഗൈസ് ഫസ്റ്റ് എത്തിയത്. റോണിപ്പോൾ എത്തണം കേട്ടോ. അപ്പോൾ അത് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഗൈസ് തീർന്നോട്ടെ. ആദ്യം ലാൻഡ് ചെയ്തപ്പോൾ പ്ലെയിൻ വീണ്ടും തിരിച്ച് ചാടി ബോൾ പോലെ. ഗൈസ് സെറ്റായിരുന്നു കേട്ടോ ഗൈസ്. അവർ കളിയാക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഗൈസ്. ഇതെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തൊട്ടിട്ട് നമുക്ക് നിറയെ ബിസിനസ്സൊക്കെ കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ സ്വന്തം എയർപോർട്ട്. നമ്മുടെ സ്വന്തം എയർപോർട്ടാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എപ്പോൾ ആണെങ്കിലും പ്ലെയിൻ പറത്താം. എയർപോർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പ്ലെയിൻ പറത്താൻ ചെറിയൊരു ഇതിന് എയർപോർട്ടൊന്നും ആയിട്ടില്ല. എൻട്രൻസ് കാർ ഷോപ്പ് തുടങ്ങിട്ടോ. എൻ്റെ അമ്മ 3Gs 10 cent. നമുക്ക് വേറെ കട കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റാ, ബൈ ബൈ.